ഹായ്, ഹലോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളുടെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നുട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത്. സ്കൂളിൽ കുറച്ച് എന്താ പറയുക കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ താമസിക്കുന്നത് സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ രാത്രി അവിടെ വർക്കൊക്കെ നടക്കുന്നതിൻ്റെ നല്ല ബഹളങ്ങളൊക്കെ വീട്ടിലേക്ക് കേൾക്കാറുണ്ട് ട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഭവൻസിലാണ്. ഭവൻസിന് തൃശ്ശൂർ 2 സ്കൂളുണ്ട്. ഒന്ന് പോട്ടൂരും, ഒന്ന് പൂച്ചട്ടിയും. അപ്പോൾ മക്കൾ പഠിക്കുന്നത് പൂച്ചട്ടിയിലാണ്. അപ്പോൾ ആനുവൽ ഡേ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നത് 5 മണിക്കായിരുന്നു. നമുക്ക് സ്വതവേ ആദ്യത്തെ പ്രസംഗങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് സ്കൂളിലേക്ക് എത്തിയത് ട്ടോ. അത്രയും കാര്യങ്ങൾ കടന്നു പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവിടെ ഗസ്റ്റ് വരാൻ വൈകിയതുകൊണ്ട് തന്നെ പ്രോഗ്രാമും തുടങ്ങാനായിട്ട് വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോള് ഏത് ക്ലാസ്സിലാണെന്നുള്ളതൊക്കെ കണ്ടെത്തി ഞാൻ മോളെ വെയിറ്റ് ചെയ്ത് വരാന്തയിൽ നിൽക്കാണ് ട്ടോ. അപ്പൊ സ്വതവേ നമ്മളുടെ ആനിവേഴ്സറിക്കൊക്കെ അമ്മമാര് വരുമ്പോ ഞാനൊക്കെ ആണെങ്കിലും ചെറുപ്പത്തിൽ പറയും, "മമ്മി നാളെ ഏത് സാരി ഉടുത്തിട്ട് വരാ? ഈ സാരി ഉടുത്തിട്ട് വരണം" എന്നൊക്കെ നമ്മളൊരു കമാൻഡിങ് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു അത് എല്ലാ മക്കൾക്കും നമ്മള് പറഞ്ഞു പഠിപ്പിച്ചിട്ടൊന്നല്ല. അതങ്ങനെ കാലക്രമേണ പോകുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. മോളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, "പച്ച സാരി ഉടുത്തിട്ട് അമ്മ ആ സാരി ഉടുത്ത് വന്നാ മതീന്ന്." അപ്പൊ അതുകൊണ്ട് ആ സാരി ഉടുത്തിട്ടാണ് ട്ടോ ഞാൻ ആനുവൽ ഡേക്ക് പോയത്. അപ്പൊ അവിടെ ചെന്ന് മോളെ കണ്ടപ്പോ മേക്കപ്പ്, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ആ മുഖത്ത് അത്രയും ഒരു എന്താ പറയാ, ഒരു കംപ്ലീറ്റ് നമുക്ക് തോന്നാത്തത്. അപ്പൊ മേക്കപ്പ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊരു മണിപ്പൂരി നൃത്തമാണ് ട്ടോ. അതൊരു ഫ്യൂഷൻ ഡാൻസ് ആണ്. അതിലൊരു മണിപ്പൂരി ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു നാടിനെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയൊരു രംഗം മാത്രമേ ഉള്ളൂ. കൃഷ്ണനും 2 രാധന്മാരായിട്ടുള്ള ഒരു ഡാൻസായിരുന്നു അവരുടെ. ഒരു ചെറിയൊരു ക്ലിപ്പ് പോലെയുള്ള ഫ്യൂഷൻ ഡാൻസിന്റെ ഒരു പ്രോഗ്രാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ചു നേരം ഞാനവിടെ വരാന്തയിൽ വെയിറ്റ് ചെയ്തു. ഇതുപോലെയുള്ള സ്കൂൾ വരാന്തകളൊക്കെ കാണുമ്പോൾ നമ്മളുടെ പല ഓർമ്മകളും കടന്നുപോകും അല്ലേ? സ്കൂളിലെയും കോളേജുകളിലെയും ഒക്കെ നമ്മളുടെ ഒരു എന്താ പറയാ നൊസ്റ്റാൾജിക് അനുഭവങ്ങളൊക്കെ കടന്നുപോകും. ഇതുപോലെ ക്ലാസ് മുറികളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ അടുത്ത പ്രോഗ്രാമുകൾക്കായിട്ട് അവരെ ഒരുക്കുന്നു, മുടി കെട്ടി കൊടുക്കുന്നു, ഡ്രസ്സ് മാറ്റിക്കുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെയും അനുഭവങ്ങളിലും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ട്ടോ. അപ്പൊ ദേ മേരിമോളുടെ എല്ലാ ഡ്രസ്സും മാറിക്കഴിഞ്ഞു. അപ്പൊ താഴെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കൊട്ട പോലത്തെ ഒരു സംഭവമാണ് ഇട്ടിരിക്കുന്നെ. അപ്പൊ മേക്കപ്പൊക്കെ കഴിഞ്ഞ് തലയിൽ ഇതുപോലൊരു നെറ്റും ഉണ്ട്. അപ്പൊ മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മേരിമോളും വന്നിട്ടുണ്ട്. അപ്പൊ മേരിമോളുടെ കൂടെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കൃഷ്ണനും 2 രാധമാരും കൂടിയിട്ടുള്ള ഒരു മണിപ്പൂരി നൃത്തമാണ് അവരവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് അവരുടെ ഒരു കംപ്ലീറ്റ് സെറ്റ് എന്ന് പറയുന്നത്. കൃഷ്ണനും 2 രാധമാരും. കൃഷ്ണനും ഒക്കെ വളരെ മനോഹരമായിട്ടായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൃഷ്ണനെയൊക്കെ ഒരുക്കിയിരിക്കുന്നത്. രാധമാരാണെങ്കിലും നല്ല സുന്ദരികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഓരോ വർഷവും അവരുടെ ആനുവൽ ഡേ പ്രോഗ്രാമിന് ഓരോ പേരുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രോഗ്രാമിന്റെ പേര് സമന്വയം എന്നായിരുന്നു. ഒന്നിനൊന്ന് മികച്ച പ്രോഗ്രാമുകളായിരുന്നു ട്ടോ. അപ്പോൾ ഞാന് മോളെയൊക്കെ കണ്ടു കഴിഞ്ഞ് അവർക്ക് അത്യാവശ്യം കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ മേടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ താഴെ പ്രോഗ്രാം കാണാൻ വന്നിരുന്നു. അപ്പോൾ അവിടെ സമ്മാനദാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ പരിപാടികളും സ്റ്റേജിലുള്ള എല്ലാ പ്രോഗ്രാമുകളും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള സമ്മാനദാനങ്ങളും പ്രസംഗങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാംസ് ഡാൻസും അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവരുടെ സ്കൂളിലെ എന്താ പറയുക മിടുക്കരായിട്ടുള്ള കുട്ടികളെ അഭിനന്ദിക്കുന്ന പരിപാടികള്, കലാതിലകങ്ങള്, പിന്നെ ഓരോരോ ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സമ്മാനവും കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ പ്രോഗ്രാമുകള് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഭവൻസിലെ ഫസ്റ്റ് ബാച്ചില് പഠിച്ചു പോയിട്ടുള്ള കുട്ടികളാണ് ഈ ഇരിക്കുന്നത്. അവരൊക്കെ ഇപ്പോൾ പല പല സ്ഥലങ്ങളില് പല ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഈ ഒരു സമയം അവരവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവര് തമ്മില് ഒരു ഒത്തുകൂടി. അപ്പൊ അവിടെ കുറച്ച് ഓർമ്മകള്, ഈ സ്കൂളും ഈ വരാന്തകളും ഈ മരങ്ങളും അവരോട് പറഞ്ഞിട്ടുള്ള കഥകളും അവര് ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഒത്തുകൂടാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആ ഒരു ബോണ്ടൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാന്ന് തോന്നുന്നു ട്ടോ. ആ ഒരു അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ എന്താ പറയാ പോസിറ്റീവ് എനർജി ആയിരുന്നു. അതൊരു കേട്ടിരിക്കുമ്പോ തന്നെ നമുക്കൊരു നമ്മളുടെ കാലഘട്ടത്തിലെ ഒരു സിനിമ കണ്ട പോലെ എനിക്ക് തോന്നി ട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പ്രോഗ്രാമുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങി. ഫസ്റ്റ് തന്നെ 2 മ്യൂസിക്കൽ ബാൻഡ് ഉണ്ടായിരുന്നു. 2 ടീമിന്റെ ഉണ്ടായിരുന്നു ട്ടോ. എല്ലാ പ്രോഗ്രാംസിനും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു 7 മണി അല്ല 8 മണിയായപ്പോഴാണ് പ്രോഗ്രാമുകളൊക്കെ തുടങ്ങിയത്. 11 മണി വരെയും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ട്ടോ. അപ്പൊ അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ വീട്ടില് നമ്മുടെ പെരുന്നാളിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മാത്രാണ് വീട്ടീന്ന് വന്നുള്ളൂ. മോനും
പിന്നെ പപ്പയും മമ്മിയും അവരൊക്കെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവരൊന്നും വന്നില്ല. അങ്ങനെ അടുത്ത മ്യൂസിക്കൽ ബാൻഡ് ഇതായിരുന്നു. അങ്ങനെ ഓരോരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്ടോ. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഓർമ്മകള് എനിക്കും ഇങ്ങനെ ആനിവേഴ്സറികളിൽ പങ്കെടുത്തതും, സംഘനൃത്തത്തിന് പങ്കെടുത്തതും, സംഘനൃത്തം കഴിഞ്ഞ് വരുന്നതും, ഓരോ പ്രാവശ്യത്തെ ഡ്രസ്സ് ഏ ഏത് ഡ്രസ്സായിരിക്കും. നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനുവരി തൊട്ടേ എന്താ പറയാ ആനിവേഴ്സറിക്കുള്ള പ്രോഗ്രാംസ് തുടങ്ങായി. ഡ്രസ്സുകളൊക്കെ അളവെടുത്ത് തയ്പ്പിക്കലായി. പിന്നെ ആ ഒരു ആനിവേഴ്സറി വരെ നമുക്ക് ക്ലാസ്സിൽ കേറലൊക്കെ കുറവാണ്. ഇങ്ങനെ ആനിവേഴ്സറി പ്രോഗ്രാം എന്ന് പറഞ്ഞ് നടക്കലാണ് ട്ടോ. ഇവരുടെ മക്കളുടെ മോളുടെ കോസ്റ്റ്യൂം ഒക്കെ നമ്മള് റെന്റിനെടുത്തതായിരുന്നു. അവര് സ്കൂളുകാരന്നെ റെന്റിനെടുത്തു. എല്ലാ അറേഞ്ച്മെന്റ്സും അവര് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്യൂഷൻ ഡാൻസിൽ ഒരു ചെറിയ ക്ലിപ്പ് മാത്രാണ് അവരുടെ ഒരു ഡാൻസ്, ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാല്. വളരെ കുറച്ച് ഭാഗം മാത്രം. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ അങ്ങനെ അധികം പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ക്ലാസ് സമയം കളയാനോ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നാടകം ഉണ്ടായിരുന്നു ട്ടോ. നമ്മുടെ വയനാട് ദുരന്തത്തിനെ പറ്റിയുള്ള നാടകമായിരുന്നു. ശരിക്കും അത് കണ്ടപ്പോ എന്താ പറയാ, അവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു നാടകമായിരുന്നു. അത് എന്താ പറയാ, നമ്മള് സ്ക്രീനില് ഇന്നും ഇന്നും അത് കേൾക്കുമ്പോ നമുക്കൊരു ഞെട്ടല് മാറാത്തൊരു അനുഭവമാണ്. അപ്പൊ അത് അനുഭവിച്ചറിഞ്ഞ ആളുകളുടെ ആ ഒരു സങ്കടം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തതാണ്. എന്തായാലും അത് എന്താ പറയാ, ഓരോ പ്രോഗ്രാം കടന്നു പോകുമ്പോഴും ഇതുപോലെ വിദ്യാലയങ്ങളില് പഠിച്ചു പോയിരുന്ന ഒരുപാട് മക്കൾ കൊഴിഞ്ഞു പോയൊരു അവസ്ഥയാണത്. അപ്പൊ അത് എല്ലാവരുടെ മനസ്സിലും ഒരു നൊമ്പരം അതിനിടയിൽ ഉണ്ടാക്കിട്ടോ. പിന്നെന്താ, സ്കൂൾ കാലഘട്ടത്തിനെ കുറിച്ച് വീണ്ടും തിരിച്ച് പറയാണെങ്കില്, ഇപ്പൊ നമ്മള് പഠിക്കുന്ന കാലഘട്ടത്തില് നമ്മളുടെ അമ്മമാരാണെങ്കിലും എല്ലാവരും പറയും, "ഇപ്പൊക്കെ നന്നായി പഠിച്ചോ, ഇപ്പൊക്കെ നന്നായി അടിച്ചുപൊളിച്ച് ജീവിച്ചോ, ഇതൊക്കെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ജീവിതത്തില് പിന്നെ സന്തോഷിക്കാനുള്ള കാലഘട്ടമൊക്കെ തീർന്നു. ഇതാണ് വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലഘട്ടം" എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പൊ ഒരാള് ചോദിക്കുകയാണ്, വീണ്ടും വിദ്യാർത്ഥിയാവണോ, സ്കൂളിലോട്ട് തിരിച്ചു പോകണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി എന്താ പറയാ, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുമ്പോ പറയും, "എനിക്ക് ഇനി വിദ്യാഭ്യാസം വേണ്ടാന്ന്" പറയും ട്ടോ. എനിക്ക് ആ ഒരു കാലഘട്ടം വേണ്ടാന്ന് തന്നെ പറയും. കാരണം ഞാൻ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലായതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു അന്തരീക്ഷത്തിലും, എന്താ പറയാ, ഇന്നത്തെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നത് വളരെ ലിബറൽ ആയിട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു പേടിയോ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഭവൻസില് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റ് ഒന്നുമില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിൽ മുടി കെട്ടാം, നഖം വളർത്താം, നെയിൽ പോളിഷ് ഇടാം. ഇതൊക്കെ ഇല്ല വേണ്ടാന്നൊക്കെ പറഞ്ഞാലും അവര് കുട്ടികൾക്ക് ഒരുപാട് ഫ്രീഡം കൊടുത്തുകൊണ്ട് തന്നെ ഉള്ളൊരു മാനേജ്മെന്റാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ഒരു മടിയോ, പേടിയോ അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവര് അവരുടെ ഒരു ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് രാവിലെ പോകുന്നു. വളരെ കൂളായിട്ടാണ് അവര് പോകുന്നതും വരുന്നതും ഒക്കെ ട്ടോ. നമുക്കൊക്കെ സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ പോകുന്നൊരു ടെൻഷൻ, നമ്മൾക്ക് പല ടീച്ചേഴ്സിന്റേന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങള്, എന്താ പറയാ, നമ്മളൊക്കെ ഇത്തിരി പേടിച്ചും വെരണ്ടിട്ടൊക്കെയാണ് സ്കൂളിൽ പോകുന്നതും അത് അവസാനിപ്പിക്കാറുള്ളതും തന്നെ. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തില് എന്നോട് ഇഷ്ടപ്പെട്ട കാലഘട്ടം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഞാൻ +1, +2 പഠിച്ചതാണ് ട്ടോ. VHSE ആണ് ഞാൻ പഠിച്ചത്. അയ്യന്തോളാണ് ഞാൻ പഠിച്ചത്. അത് മിക്സഡ് സ്കൂളായിരുന്നു. അവിടെ അടിച്ച് പൊളിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം 2 വർഷം. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, കുട്ടികള് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മിക്സഡ് സ്കൂളിൽ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആൺകുട്ടികൾ എങ്ങനെയാണെന്നും പെൺകുട്ടികൾ എങ്ങനെയാണെന്നുള്ളതും അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലൂടെ തന്നെ അവരാ ഒരു ജെൻഡർ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാല് ലൈഫില് നമ്മളതൊരു പാർട്ട്ണറിന്റെ ഒരു സ്റ്റേജിലോട്ട് മാറുമ്പോ, ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റേജിലോട്ട് മാറുമ്പോ നമുക്ക് കുറച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ബോയ്സിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അവരെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും, ഇനി ഒരു ഗേൾ എന്ന് പറയുമ്പോ അവരിലുണ്ടാവുന്ന വ്യത്യാസങ്ങളും അവരുടെ ചിന്താഗതികളും മനസ്സിലാക്കാൻ ഒരു കൂട്ടുകാരായി ജീവിക്കുമ്പോ നമുക്കത് ഒത്തിരി പറ്റും. കാരണം നമ്മൾ ഒരേ ഏജിലൂടെ കടന്നു പോകുന്ന ആളുകളാവുമ്പോ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവാനും മനസ്സിലാക്കാനും പറ്റും. അപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് മിക്സ്ഡ് സ്കൂളിൽ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന്. എന്തായാലും ആം, എനിക്ക് എൻ്റെ പഠന കാലഘട്ടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് +1, +2 എൻ്റെ VHSE ആണ് ട്ടോ. അവിടെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഇന്നും ഞാന് ഒത്തുകൂടണം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും കാണണം, എല്ലാവരോടും കൂടെ ഒരുമിച്ചിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്കൂളിലാണ് ട്ടോ. അത് എന്താ പറയാ, ഒരു ഗവൺമെന്റ് സ്കൂളായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ഓടുകളും വരാന്തയും, എന്താ പറയാ, അതെനിക്ക് ഭയങ്കര ഇഷ്ടാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ എൻ്റെ 1-ാം ക്ലാസ്. അതിവിടെ വീടിൻ്റെ അടുത്ത് തന്നെ. ഞാനൊരു വീഡിയോയില് എൻ്റെ ഒരു ബാല്യകാലത്തിലെ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സ്കൂൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നൊക്കെ ഒരുപാട് മാറി. അതും ഒരു ഗവൺമെന്റ് സ്കൂളായിരുന്നു. നീണ്ട വരാന്തയും വലിയ മൈതാനവും
ഗ്രൗണ്ടൊക്കെ ആയിട്ടുള്ള ഒരു സ്കൂള്. അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കാലഘട്ടമാണ് ട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് സ്കൂൾ കാലഘട്ടത്തില് ഓർക്കേണ്ടതായിട്ടുള്ള ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇനിയൊരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ തിരിച്ചു പോണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ വലിയ ആഹ്, പഠിക്കാൻ പോണം, വീണ്ടും ഒരു വിദ്യാർത്ഥിയാവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. കാരണം നമ്മള് ജീവിതത്തില് കഴിഞ്ഞു പോകുന്ന ഓരോ സ്റ്റേജും ഇപ്പോൾ സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ ഒരുപാട് കലോത്സവങ്ങളും യുവജനോത്സവങ്ങളും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ആഘോഷിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ VHSC പഠിച്ചപ്പോൾ ആ രീതിയിൽ മിക്സ്ഡ് സ്കൂളിലുള്ള എല്ലാ കോട്ടങ്ങളും നേട്ടങ്ങളും ഫ്രണ്ട്ഷിപ്പുകളും പ്രശ്നങ്ങളും പരാതികളും അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ അതും അവസാനിച്ചു. പിന്നെ നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അത് നമ്മളൊരു കുടുംബജീവിതം പോലെ മാറിക്കഴിഞ്ഞു. കാരണം 4½ വർഷം നമ്മൾ ഹോസ്റ്റലിൽ നമ്മൾ കാണുന്ന മുഖങ്ങൾ തന്നെ 4½ വർഷം കാണുക എന്ന് പറയുമ്പോൾ നമ്മളൊരു കുടുംബമായി തീർന്നു. അങ്ങനെ ആ കാലഘട്ടവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതേ നമ്മള് ഒരു വിവാഹ ജീവിതത്തിലേക്ക് വന്നപ്പോ, ആ ഒരു ഭാര്യ എന്ന രീതിയിലും നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയി. പിന്നെ ദേ അമ്മ എന്ന രീതിയിലും ഇപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൂടി. ഞാൻ ഇന്ന് ഈ ജീവിക്കുന്ന ഈ ഒരു അവസ്ഥയില് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ ഓരോ കാലഘട്ടവും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിനേക്കാൾ നന്നായിട്ടാണ് എനിക്ക് ഇപ്പോഴത്തെ ജീവിതം എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം അല്ലെങ്കിൽ സ്കൂൾ ജീവിതം ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ട്ടോ. ദേ മോളുടെ ആ ഒരു ഡാൻസാണ് ഇപ്പൊ നിങ്ങള് അവിടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ വളരെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് പീരീഡ് കളയേണ്ടതോ, ക്ലാസ് കളയേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും പല സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്ന, പല കൾച്ചറിനെ സൂചിപ്പിക്കുന്ന കുറച്ച് എന്താ പറയാ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് നൃത്താവിഷ്കാരങ്ങളും ഒരു കൾച്ചറൽ സ്പോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഡാൻസായിരുന്നു ട്ടോ അത്. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ അവര് ലാസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ പ്രോഗ്രാമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോ തന്നെ ഒരു സമയം 11 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവര് ഞാൻ പറഞ്ഞല്ലോ കോസ്റ്റ്യൂം റെന്റിനായതുകൊണ്ട് നമുക്ക് അവിടുന്ന് അവിടെ തന്നെ എല്ലാം അഴിച്ചു കൊടുത്ത് ഞങ്ങള് വീട്ടിലേക്ക് വന്നപ്പേക്കും ഭാഗ്യത്തിന് ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങളൊരു 11:30 ഒക്കെ ആയപ്പോ വീട്ടിലെത്തി ട്ടോ. അങ്ങനെയായിരുന്നു ഈ വർഷത്തെ ആനുവൽ ഡേ പ്രോഗ്രാം. പിന്നെ സ്കൂൾ കാലഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നിപ്പോ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകളുണ്ട്. സ്കൂൾ ഫ്രണ്ട്സ് അങ്ങനെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മനസ്സില് എൻ്റെ സ്കൂൾ കാലഘട്ടവും ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ VHSCയും എല്ലാം ഉണ്ടെങ്കിലും ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലൊന്നും ഞാൻ അത്ര ആക്റ്റീവ് അല്ല ട്ടോ. കാരണം എനിക്കിങ്ങനെ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് ബന്ധങ്ങള് അത് ഓരോരുത്തര് വ്യക്തിപരമായിട്ടുള്ള ചിലപ്പോ അത് നല്ലതല്ലായിരിക്കാം. എന്തുകൊണ്ടാ അങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പേഴ്സണലി ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ ഒരുപാട് എൻ്റെ റിലേഷനുകളെ ഒരുപാട് ഇപ്പൊ അത് എൻ്റെ ബന്ധുക്കളാണെങ്കിലും ഫോൺ വിളിച്ച് വർത്താനം പറഞ്ഞ് എപ്പോഴും ആ റിലേഷൻ അങ്ങനേ തന്നെ മുന്നോട്ട് പോകുന്ന ആളല്ല. പക്ഷെ ഇവരൊക്കെ ആയിട്ടുള്ള സ്നേഹവും ബന്ധവും ഓർമ്മകളൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. ഇവരെ കാണുമ്പോ നേരിട്ട് കാണുമ്പോഴാണ് ഞാൻ എൻ്റെ സ്നേഹവും പ്രകടിപ്പിക്കാറുള്ളതും സംസാരിക്കാനും ഒത്തിരി ഞാൻ ഇഷ്ടപ്പെടാറുള്ളത്. അതല്ലാതെ ഫോണിലൂടെ ഞാൻ ഒരുപാട് സമയം അതിനു വേണ്ടി ചെലവഴിക്കാറില്ല. പക്ഷെ ഇവരോടൊക്കെയുള്ള സ്നേഹവും ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ട്ടോ. അപ്പൊ പങ്കെടുത്ത എല്ലാ കുട്ടികളും സമ്മാനത്തിന് അർഹരായവരും കലാപരിപാടികൾ അവതരിപ്പിച്ചതും അവരെ പ്രോത്സാഹിപ്പിച്ചതും ഓരോ കുട്ടികളും ഓരോ തരത്തിൽ വ്യത്യസ്തരാണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.